ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ് വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. ആ സ്റ്റെൻസിൽ ഉപയോഗിച്ച് എങ്ങനെ പെയിൻറ്റിങ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമുക്ക് വേണ്ടത് സ്റ്റെൻസിൽ വേണം, പിന്നെ ഒരു സ്പോഞ്ച് വേണം. അതും രണ്ടും നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. 3 പിക്ചറായിട്ടുള്ള സ്റ്റെൻസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലൊരു പിക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സെറ്റ് മുണ്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ചട്ടയോ ഉപയോഗിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൽ പെയിൻറ്റ് ചെയ്യേണ്ട സെറ്റുമുണ്ട് ക്ലിയറായിട്ട് വിരിച്ചിടുക. അതിന് ശേഷം നമുക്ക് സ്റ്റെൻസിൽ അതിൻ്റെ മീതെ ക്ലിയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഏത് പിക്ചറാണ് വെക്കുന്നത് എങ്ങനെയാണ് വെക്കുന്നതൊക്കെ നമുക്ക് തീരുമാനിച്ച് ശേഷം നമ്മളത് വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സ്കെയിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു വര എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടത് വെച്ച് കൊടുക്കാം പറ്റും കേട്ടോ. അതിന് ശേഷം സ്പോഞ്ച് എടുത്ത ശേഷം പെയിൻ്റ് എടുക്കുക. പെയിൻറ്റിൽ ആ സ്പോഞ്ച് അമർത്തിയ ശേഷം ഈ ടെൻസിൽ പിക്ചറിൽ നമ്മൾ വെറുതെ അമർത്തി കൊടുക്കുക. കണ്ടോ, വെറുതെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായി അമർത്തരുത്, വെറുതെ പ്രസ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് നന്നായി ആ പിക്ചറിൻ്റെ ഇടയിൽ കൂടി താഴേക്ക് ഇറങ്ങണം കേട്ടോ. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് വിചാരിച്ചിട്ട് നന്നായി ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്യരുത്, പതുക്കെ പ്രസ് ചെയ്യുക. കണ്ടോ, ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. പതുക്കെ പതുക്കെ പ്രസ് ചെയ്യുക കേട്ടോ. അത് ഫുള്ളായി ചെയ്ത ശേഷം നമുക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടി നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ നമ്മൾ പെയിൻറ്റിൽ കൂടി അത് ഒന്നും കൂടെ പ്രസ് ചെയ്യണം. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് മാറ്റി നോക്കാം. കണ്ടോ, നമ്മളുടെ ആ പിക്ചർ അതിൽ തെളിഞ്ഞ് വന്നു. കണ്ടോ, നമ്മൾ ആ പിക്ചറിൽ മാത്രം പെയിൻറ്റ് പിടിച്ച ശേഷം നമുക്കിത് ഫാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ വെയിലത്തോ ഇട്ട് ഉണക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാ ഫുൾ ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുക വർക്ക് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ ഇതേപോലെ ഒരു ഫുൾ സെറ്റുമുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള സെറ്റുമുണ്ട്.